നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് 30 ജൂൺ 2025. അങ്ങനെ വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് 4-ാം ദിനത്തിലും നമ്മുടെ മാർക്കറ്റിൽ ഒരു റാലി കാണുവാനായിട്ട് സാധിച്ചു. തൽഫലമായിട്ട് 5 ആഴ്ചത്തെ കൺസോളിഡേഷന് ശേഷം നമ്മുടെ മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് കാണുവാനായിട്ടും കാരണമായി. തൽഫലമായിട്ട് തന്നെ നമ്മുടെ മാർക്കറ്റിന് അതിന് 9 മാസത്തെ ഹൈയില് ക്ലോസ് ചെയ്യുവാനും സാധിക്കുകയുണ്ടായി. അതായത് 2024 സെപ്റ്റംബറിന് ശേഷമാണ് മാർക്കറ്റ് ഈ ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നത്. ഇതിനൊക്കെ സഹായകമായ കാര്യങ്ങൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിലുണ്ടായ അയവും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിലേക്ക് ബയ്യേഴ്സായി വന്നതും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുണ്ടായിരുന്ന നമ്മുടെ ലോക്കൽ ക്യൂസ് ഒക്കെ ആയിരുന്നു. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ സെന്റിമെന്റ്സ് പോസിറ്റീവായിട്ടാണ് നിലനിൽക്കുന്നത്. അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിലനിൽക്കുന്ന ട്രെൻഡ് ബൈ ഓൺ ഡിപ്സ് എന്ന സ്ട്രാറ്റജിയാണ്. ഗ്ലോബലായിട്ടും ലോക്കലായിട്ടും പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ യുഎസിന്റെ ഭാഗത്തു നിന്നുള്ള ട്രേഡ് താരിഫുമായിട്ടുള്ള ഭീഷണികളുടെ അല്ലെങ്കിൽ കാർമേഘം ഉരുണ്ടുകൂടുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അത് നമ്മൾ പ്രത്യേകം മൈൻഡിൽ വെക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസ് പ്രസിഡന്റ് ഭാഗത്തു നിന്ന് പുതിയ സ്റ്റേറ്റ്മെന്റ് വരികയുണ്ടായി. പുതിയ താരിഫ് നിയമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് 9 ജൂലൈക്ക് ശേഷം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. എന്നിരുന്നാൽ കൂടെയും അദ്ദേഹം പ്രഖ്യാപിച്ചു, അത് ഞങ്ങളുടെ രാജ്യത്തിന്റെ തീരുമാനം പോലെ ഇരിക്കും, വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ജൂലൈ 9 തന്നെയായിരിക്കും ഡെഡ് ലൈന് എന്നുകൂടി. പക്ഷെ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ധാരണകളൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഔട്ട്കമ്മിനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. വെള്ളിയാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ പ്രധാനമായിട്ടും സ്വാധീനിക്കാൻ പോകുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് തന്നെയായിരിക്കും. അവരുടെ ഒരു ബൈയിങ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും മുന്നോട്ടുള്ളൊരു കുതിപ്പിന് കാരണമായിട്ട് മാറാം. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ലോക്കലായിട്ട് 2 മെയിൻ ഇവന്റ്സ് ആണ് ഉള്ളത്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയും പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സും PMI ഡേറ്റയും അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം പ്രത്യേകം ശ്രദ്ധിക്കണം. അനലിസ്റ്റുകളുടെ അഭിപ്രായമാണ്, ഇതൊക്കെ കോൺക്രീറ്റ് അല്ല, എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. ഈ ആഴ്ചയിൽ ബുള്ളിഷ് മൊമെന്റം ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നിഫ്റ്റി 26,200 എന്ന ലെവലുകളിലേക്ക് എത്തിച്ചേർന്നേക്കാം എന്നാണ് അവരുടെ അഭിപ്രായം. 25,800 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് വലിയ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. നിഫ്റ്റി 25,200 എന്ന ലെവലില് സപ്പോർട്ട് ആയിട്ട് എടുക്കാൻ ചാൻസുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പുതിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് $1.02 ബില്യൺ ഇടിവാണ് രേഖപ്പെടുത്തുക ഉണ്ടായത് ജൂൺ 20-ാം തീയതിയിലെ ഡേറ്റകൾ പ്രകാരം. അതുപോലെ തന്നെ RBIയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലേക്കുള്ള NRIസിന്റെ റെമിറ്റൻസ് $135.46 ബില്യൺ ആയിട്ട് വർദ്ധിക്കുകയുണ്ടായി ഫിനാൻഷ്യൽ ഇയർ 2025. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റിൽ ഒരു ഹ്യൂജ് റാലി ഉണ്ടായി. US മാർക്കറ്റിലും റാലി ഉണ്ടായി. പക്ഷെ നമ്മുടെ ADR സ്റ്റോക്സ് അവിടെ ഒരു മോശമായ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് കണ്ടത്. HDFC ബാങ്കും ICIC ബാങ്കും ഒഴികെ ബാക്കി എല്ലാ ലീഡിംഗ് ആയ ADR സ്റ്റോക്സും നഷ്ടത്തോടു കൂടിയിട്ടാണ് അമേരിക്കയിൽ വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്ത്യൻ രൂപ US ഡോളറിനെതിരെ 22 പൈസയുടെ നേട്ടം വെള്ളിയാഴ്ച ഉണ്ടാക്കിക്കൊണ്ട് 85.50 എന്ന നിലയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. അതുപോലെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ വ്യാഴാഴ്ച 34,967 കോടി രൂപയിൽ നിന്നും വെള്ളിയാഴ്ച വന്നപ്പോൾ 33,518 കോടി രൂപയായിട്ട് കുറയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഏകദേശം ഒരു 1,400 കോടി രൂപയുടെ കുറവാണ് കാണുന്നത്. സോ അത് നമ്മുടെ മൈൻഡിൽ ഒന്ന് പ്രത്യേകം വെക്കുക. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ ഒന്ന് പരിശോധിക്കാം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റിന്റെ ക്ലോസിംഗിന് ശേഷം അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ ഭേദിച്ചുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. അതിന് പ്രധാനമായിട്ടും കാരണമായത് US ചൈന ട്രേഡ് നെഗോസിയേഷൻ കംപ്ലീറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. നിലവിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 218 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ട് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരാഴ്ചത്തെ ഏറ്റവും വലിയ നേട്ടത്തോടു കൂടിയിട്ടാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇതിന്റെ ഫലമായിട്ട് വാഹന നിർമ്മാതാക്കൾക്കും നിക്ഷേപകർക്കും വന്ന ആത്മവിശ്വാസം കൊണ്ട്
തന്നെയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി നിലവില് സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് ഏകദേശം 10 പോയിന്റുകളുടെ ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിലവിൽ ജപ്പാൻ മാർക്കറ്റ് 1.5% നേട്ടത്തോടു കൂടിയിട്ട് വ്യാപാരം തുടരുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഒരു മിക്സഡ് സെന്റിമെന്റ്സ് ആണ്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും ഇടിവിൽ തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഓഗസ്റ്റ് 1 മുതൽ ഒപെക് രാജ്യങ്ങള് ക്രൂഡ് ഓയിലിന്റെ പ്രൊഡക്ഷൻ കൂട്ടുവാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. എന്നാൽ പുതിയ തീരുമാനമുണ്ടായി. ജൂലൈ മുതൽ ക്രൂഡ് ഓയിലിന്റെ പ്രൊഡക്ഷൻ എല്ലാ ഒപെക് രാജ്യങ്ങളും വർദ്ധിപ്പിക്കുമെന്ന്. ഇതുകൊണ്ടാണ് ക്രൂഡ് ഓയിലിന്റെ വില ഇടിയുവാനായിട്ട് കാരണം. പക്ഷെ തത്സമയം ഗോൾഡ് നേരിയ ഉയർച്ചയോട് കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ടെക്നിക്കൽസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ PCR 1.2 ആണ്, ബുള്ളിഷ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 25,550 എന്ന ലെവലിലും. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 3 ട്രേഡിംഗ് സെക്ഷനുകളിൽ. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാക്സിമം കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത് 25,900 എന്ന സ്ട്രൈക്കിലാണ്. 25,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാക്സിമം പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്നത് 25,600 എന്ന സ്ട്രൈക്കിലും. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ വെള്ളിയാഴ്ചയും ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. തൽഫലമായിട്ട് തന്നെ നിഫ്റ്റിയിലെ ഡെയിലി ചാർട്ട്സിലും ഒരു ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 1.08 എന്ന നിലയിൽ PCR നിലകൊള്ളുന്നു. ബുള്ളിഷ് തന്നെയാണ്. മാക്സ് പെയിൻ 56,800 എന്ന നിലയിലും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലെ ആണ് കോൾ സൈഡിലും പുട്ട് സൈഡിലും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 57,500 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നു. 57,000 എന്ന സ്ട്രൈക്കിൽ പുട്ട് റൈറ്റിംഗും ഏറ്റവും കൂടുതൽ നിലവിൽ നടന്നിട്ടുണ്ട്. അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റി ഇന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ 25,750, 25,800 എന്ന റേഞ്ചുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. എന്നാൽ ഇവിടെ നിന്നും ഒരു സ്ട്രോങ് അപ്പ് മൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ 26,000 എന്ന നിലയിലേക്കും നിഫ്റ്റിക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ് അവരുടെ അഭിപ്രായം. എന്നാൽ 25,500 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,400, 25,300 എന്ന ലെവലുകളിൽ സപ്പോർട്ട് എടുത്തേക്കാം. അതിനുശേഷം ഒരു കൺസോളിഡേറ്റഡ് ട്രേഡിംഗ് കാണാനായിട്ട് സാധിച്ചേക്കാം എന്നാണ് അവരുടെ അഭിപ്രായം. പ്രത്യേകം ശ്രദ്ധിക്കണം. അനലിസ്റ്റുകളുടെ അഭിപ്രായമാണ്, ഇതൊക്കെ കോൺക്രീറ്റ് അല്ല. എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം എന്ന കാര്യവും കൂടി ചിന്തിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആവലോൺ ടെക്നോളജീസ് മോട്ടിലാൽ ഒസ്വാൾ സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 24% അപ്സൈഡ് ആണ് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് 1,030 രൂപ പെർ ഷെയറും നൽകിയിട്ടുണ്ട്. SBI CLSA എന്ന ഗ്ലോബൽ റേറ്റിംഗ് സ്ഥാപനം കമ്പനിക്ക് ഔട്ട് പെർഫോം കോൾ നൽകിയിട്ടുണ്ട്. 32% അപ്സൈഡ് ആണ് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത് അവരുടെ അഭിപ്രായ പ്രകാരം. ടാർഗറ്റ് പ്രൈസ് 1,050 പെർ ഷെയർ എന്ന നിലയിലും നൽകിയിട്ടുണ്ട്. ടോറന്റ് ഫാർമ JP മോർഗൻ സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്ത് ഓവർവെയ്റ്റ് റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. 18% അപ്സൈഡ് ആണ് പ്രതീക്ഷിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് 3,800 രൂപയാണ് നൽകിയിരിക്കുന്നത്. വരുൺ ബീവറേജസ് HSBC ബൈക്കോൾ സ്റ്റോക്കിന് നൽകിയിട്ടുണ്ട്. വിത്ത് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 670 രൂപ പെർ ഷെയർ ആണ്. 46% ഉയർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. നൈക്ക കമ്പനിയുടെ ഫാഷൻ ബിസിനസ് ഫിനാൻഷ്യൽ ഇയർ 2026 കൂടിയിട്ട് ബ്രേക്ക് ഈവൻ ആകുമെന്നുള്ള BHEL 6,500 കോടി രൂപയുടെ പുതിയ ഓർഡർ അദാനി പവറിന്റെ ഭാഗത്തു നിന്നും കമ്പനിക്ക് ലഭിക്കുക ഉണ്ടായി. PNB ഹൗസിംഗ് ഫൈനാൻസ് ബോർഡ് മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. 10,000 കോടി രൂപയുടെ ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.